അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മദ്രസ ഗൈഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ്സിലെ തജ്വീദ്, ലിസാന് എന്നീ പേപ്പറിൽ വന്ന ചോദ്യമാണ്. തജ്വീദും ലിസാനും ഒറ്റ പേപ്പറായിട്ടാണ് പരീക്ഷ ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൽ വന്ന ചോദ്യപേപ്പറാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യമായിട്ട് വന്ന ചോദ്യം ചേർത്തെഴുതാം എന്ന ചോദ്യമാണ്. അതിൻ്റെ താഴെ 5 ചോദ്യങ്ങളുണ്ട്. അതിന് ഒരു ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിൽ കൊടുത്ത കാര്യങ്ങളിൽ നിന്ന് ഓരോ ചോദ്യങ്ങളോടും യോജിച്ചത് നമ്മൾ എടുത്തെഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ നമുക്ക് വായിച്ച് നോക്കാം. ആയത്തുൽ കുർസി, ഖുർആന്, ഹംസത്തുൽ വസ്ല്, ഹാവ് സക്കത്ത, ഹംസത്തുൽ ഖത്അ, ഇത്രയും കാര്യങ്ങളാണ് ബ്രാക്കറ്റിലുള്ളത്. അത് ഓരോ കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. ആയത്തുൽ കുർസി നമുക്കറിയാം, ഖുർആൻ വന്നാൽ എന്താ പറയുക, ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹാവ് സക്കത്ത നമ്മൾ പഠിച്ചതാണ്, ഹംസത്തുൽ ഖത്ഉം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ച് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു പ്രദേശത്ത് മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. എന്തിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്? ഖുർആൻ ആണല്ലേ. ബ്രാക്കറ്റിൽ ഖുർആൻ എന്നുണ്ട്. ഖുർആനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്. അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാഠമില്ലാത്തവനെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലേ. അതിൻ്റെ ശേഷം പറയുന്നുണ്ട്, ഒരു പ്രദേശത്ത് ഖുർആൻ മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഖുർആൻ എന്നതാണ് കേട്ടോ. 2, പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകളിൽ പെട്ടതാണ്. നമ്മളെ ബ്രാക്കറ്റിലുള്ള ഏതാണ് ഒരു ആയത്തിൻ്റെ പേര് ഏതാണുള്ളത്? ആയത്തുൽ കുർസിയാണ് അല്ലേ. അപ്പോൾ ആയത്തുൽ കുർസി എന്നതാണ് ശരിയായ ഉത്തരം. ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം ഒന്നാമത്തെ പാഠത്തു നിന്ന് വന്നതാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം, മാലിയ എന്നതിലെ ഹ ഏതാണ്? അതിലെ ഹ ഏതാണ്? മാലിയ എന്ന് പറയുമ്പോൾ അവസാനം നമ്മൾ സുക്കൂനാണ് കൊടുക്കുന്നത് അല്ലേ. അവസാനം സുക്കൂനുള്ള ഹ ഏതായിരിക്കും? ഹാവ് സക്കത്ത ആയിരിക്കും അല്ലേ. അപ്പോൾ ശരി ഉത്തരം ഹാവ് സക്കത്ത എന്നാണ് കേട്ടോ. പിന്നെ നാലാമത്തെ ചോദ്യം, ഇബ്നു മറിയം എന്നതിലെ ഹംസ. ഇബ്നു മറിയം എന്നതിലെ ഹംസ ഏതാണ്? ഇത് നമ്മൾ ഇബ്നു മറിയം എന്ന് വായിക്കുകയാണെങ്കിലും അതിൻ്റെ മുമ്പുള്ളതിനേക്ക് കൂട്ടി വായിക്കുകയാണെങ്കിൽ എങ്ങനെ വായിക്കുക? ഐസ ബിനു മറിയം എന്ന് വായിക്കല്ലേ. ഐസ ബിനു മറിയം. ഐസ എന്നാണ് ഇതിന് മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ ഐസ ബിനു മറിയം എന്നാണ് വായിക്കുക. അപ്പോൾ കൂട്ടി ഓതുന്ന സമയത്ത് ആ അലിഫ് ഉച്ചരിക്കുന്നില്ല അല്ലേ. അങ്ങനെ ഉച്ചരിക്കാത്ത അലിഫിന് എന്താണ് പറയുക? ഹംസത്തുൽ വസ്ല് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഹംസത്തുൽ വസ്ല് എന്നതാണ് ഇവിടെ ശരിയായ ഉത്തരം കേട്ടോ. ഇനി അഞ്ചാമത്തത് അഖീമു. ഇതിലെ ഹംസ ഏതാണ്? അഖീമു എന്നതിലെ ഹംസ എല്ലാ സമയത്തും ഉച്ചരിക്കുന്ന ഹംസയാണ് അല്ലേ. അപ്പോൾ ഹംസത്തുൽ ഖത്അ ആണ് അഖീമു എന്നത് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ ഈ 2 ഹംസയെക്കുറിച്ചും പഠിച്ചു വെക്കാം കേട്ടോ. എന്താണ് വസ്ലുൽ ഹംസ എന്ന് പറഞ്ഞാൽ? ഹംസത്തുൽ വസ്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ല് എന്ന് പറയില്ലേ. അതുപോലെ ഹംസത്തുൽ ഖത്അ എന്ന് പറഞ്ഞാൽ എന്താ? തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയില്ലേ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഈ രൂപത്തിലാണ് ചോദ്യം ഉള്ളത്. നല്ല ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എഴുതണം കേട്ടോ. രണ്ടാമത്തെ ചോദ്യങ്ങൾ വരുന്നത് ശരി അടയാളപ്പെടുത്താനാണ്. 5 ചോദ്യങ്ങൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അവയുടെ നേരെ ഒരു കള്ളിയിൽ 3 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ശരിയായതിനെ ശരി അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ച് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വഖഫിൽ അവസാന ഹർഫിന് നൽകേണ്ടത് എന്താണെന്നാണ് ചോദ്യം. അവിടെ 3 ഓപ്ഷൻ ഉണ്ട്. 1 സുക്കൂന്, 2 ഫത്ഹ്, 3 ലമ്മ്. ഏതാണ് വഖഫിൽ ഉണ്ടാവുക? ലമ്മാണോ? അല്ലല്ലേ. ഫത്ഹും അല്ല. എന്തുണ്ടാവുക? സുക്കൂന ഉണ്ടാവുക അല്ലേ. സുക്കൂന് എന്നതാണ് ശരിയായ ഉത്തരം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ഉച്ചരിക്കുമ്പോൾ ശബ്ദകത്തി അണ്ണാക്കിലേക്ക് ഉയരൽ. അത് ഏതാണ്? നമ്മൾ അക്ഷരങ്ങളുടെ സിഫത്തുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെ ഹംസ്, ഇസ്തിഅലാഹ്, ഖൽഖലത്ത് എന്നിങ്ങനെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതിനെ കുറിച്ചാണ് ഉച്ചരിക്കുമ്പോൾ ശബ്ദകത്തി അണ്ണാക്കിലേക്ക് ഉയരൽ എന്ന് പറഞ്ഞത്? ഇസ്തിഅലാഹിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഇസ്തിഅലാഹ് എന്നതാണ് ശരിയായ ഉത്തരം കേട്ടോ. പിന്നെ മൂന്നാമത്തെ ചോദ്യം, സ്വാദിൻ്റെ മഖ്റജിൽ നിന്നാണ് പുറപ്പെടുന്നത്. സ്വാദിൻ്റെ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന വേറൊരു അക്ഷരം കൂടി ഉണ്ടായിരുന്നു. അവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വാവ്, ഖാഫ്, സീൻ. ഏതാണ്? സീനാണ് അല്ലേ. സീനും സ്വാദും ഒരേ മഖ്റജിൽ നിന്നാണ് പുറപ്പെടുന്നതെങ്കിലും സിഫത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ നാലാമത്തെ ചോദ്യം, ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ. അതിനെന്താ പറയാ? സക്ത, വഖഫ്, ഉന്നത്ത്. ഉന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മണിക്കുന്നതിനാണ് ഉന്നത്ത് പറയില്ലേ. വഖഫ് പറഞ്ഞാലോ ശ്വാസമൊക്കെ വിട്ടിട്ട് നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയല്ലേ. സക്ത എന്ന് പറഞ്ഞാലോ അതാണ് ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതുന്നത്. അപ്പോൾ ശരിയായ ഓപ്ഷൻ സക്ത എന്നതാണ് കേട്ടോ.
ഇനി അഞ്ചാമത്തെ ചോദ്യം, ഫത്ഹിൻ്റെയും കെസ്റിൻ്റെയും ഇടയിലായി അകാര സ്വരത്തിൽ ഉച്ചരിക്കൽ. അങ്ങനെ ഉച്ചരിക്കണതിന് എന്താ പറയുക? നമ്മൾ അവസാന ഭാഗത്ത് 13ാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ്. എന്താണത്? അവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: ഇഷ്മാമ്, ഇമാലത്ത്, ഇഖ്ലാബ്. അതിലേതാണ് ശരി? ഇമാലത്ത് എന്നതാണ് ശരി അല്ലേ? ഇമാലത്ത്. അപ്പോൾ ഇഷ്മാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്മാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലേ? റഫ്ഉ ലമ്മ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇദ്ഗാം ചെയ്യുകയോ ചെയ്യുമ്പോൾ ലമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുന്നതിനാണ് ഇഷ്മാം എന്ന് പറയല്ലേ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യങ്ങൾ വരുന്നത് പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യങ്ങളാണ്. അവിടെ ഡാഷ് ഇട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ പൂർത്തിയാക്കി കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യം, വഇദാ ഖുരിഅ ഡാഷ് ഫസ്തമിഉ ലഹു വഅൻസിതു ഡാഷ് തുർഹമൂൻ എന്നാണ്. നമ്മുടെ 12ാമത്തെ പാഠത്തിലുള്ള ഒരു ആയത്താണ് കേട്ടോ. വഇദാ ഖുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ എന്നായിരുന്നു അവിടെ ശരിക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ രണ്ടാമത്തെ ചോദ്യം 10ാമത്തെ പാഠത്തു നിന്നുള്ളൊരു ബൈത്താണ് കേട്ടോ. കലാമുൻ ഖദീമുൻ ഡാഷ് സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ ഡാഷ് വഫിഇലിൻ വനിയ്യതി. ജമുഉൽ ഖുർആനെ കുറിച്ച് പറയുന്ന പാഠത്തിൽ അവസാനത്തിൽ ഒരു ബൈത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഹിഫ്ദിനെ സഹായിക്കുന്ന ഒരു ബൈത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ബൈത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ആ ബൈത്തിന്റെ ഭാഗമാണിത്. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഇലിൻ വനിയ്യതി എന്നാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചൊല്ലി പഠിച്ചാൽ ഈ ഉത്തരമൊക്കെ നമുക്ക് എഴുതാൻ കിട്ടും. അപ്പോൾ നമ്മൾ ആ പാട്ടൊക്കെ ആ ബൈത്ത് എന്ത് ചെയ്യുക? ശരിക്കും ചൊല്ലി പഠിക്കുക കേട്ടോ. ചൊല്ലി പഠിക്കൽ മാത്രം മതിയാവില്ല, ആ എഴുതാനും കൂടി നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് പ്രാവശ്യമൊക്കെ ഒന്ന് എഴുതി നോക്കുകയും ചെയ്യാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ചോദ്യം വരുന്നത് നിശ്ചിത സ്ഥാനത്ത് എഴുതാം. അവിടെ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യം കൊടുത്തിട്ടുണ്ട്. അൽ വാഷിയ, ഖൈല, ലഹു, ജീം, ഹിസാബിയ, സ്വൈല. ചിലതൊക്കെ വഖഫിൻ്റെ അടയാളങ്ങളാണ് അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓരോ താഴെ കൊടുത്ത കള്ളികളിൽ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അവയ്ക്ക് താഴെയായിട്ട് യോജിച്ചവ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അൽ വഖഫ് ഔല എന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ. അതിനെന്താണ്? ഖൈല എന്നുള്ള ചിഹ്നമാണ് അല്ലേ. രണ്ടാമത്തത് വഖഫ് ജായിസ് എന്നതിനാണ് ജീമിൻ്റെ ചിഹ്നം ഉണ്ടാവുക അല്ലേ. പിന്നെ മൂന്നാമത്തത് അൽ വസ്ലു ഔല എന്നതാണ്, അതിന് സ്വൈല എന്ന ചിഹ്നം ഉണ്ടാവുക. പിന്നെ ഹാ ഉസ്സക്കത്ത, ഹാ ഉസ്സക്കത്തക്ക് എന്താണ്? ഹാ ഉസ്സക്കത്തിനെ എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഹാ എന്ന പാഠം, അൽ ഹാ എന്ന പാഠം ഉണ്ടായിരുന്നില്ല. ആ പാഠത്തിൽ നമ്മൾ 3 ഹാകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 3 ഹാകളെയും തിരിച്ചറിയാൻ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഹാവു തൈനീസ് ഉണ്ടായിരുന്നു, ഹാവു സക്കത്ത് ഉണ്ടായിരുന്നു, പിന്നെ ലമീറിൻ്റെ ഹാവ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഹാവു തൈനീസിന് എന്തായാലും ഹായിൻ്റെ മുകളിൽ പുള്ളി ഉണ്ടാവുക. അപ്പോൾ താ ഉണ്ടാവുക, താ എന്നാണ്, ഹാത്ത ആണ് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ വളരെ ഈസിയാണ്. പുള്ളിയുള്ളത് കൊണ്ട് തൈനീസിൻ്റെ താനെ തിരിച്ചറിയാൻ പറ്റും. പിന്നുള്ളത് സക്കത്തൻ്റെ ഹായിനെ എങ്ങനെ തിരിച്ചറിയാം? സക്കത്തൻ്റെ ഹായിനെപ്പോഴും സുക്കൂനായിരിക്കും. മാലിയ, ഇഖ്തദിഹ്, ഹിസാബിയ, കിതാബിയ എന്നൊക്കെ പോലെ എപ്പോഴും സുക്കൂനായിരിക്കും. അപ്പോൾ സക്കത്തൻ്റെ ഹായ് നമുക്ക് അങ്ങനെയും തിരിച്ചറിയാൻ പറ്റും. പിന്നെ ലമീറിൻ്റെ ഹായിനെ തിരിച്ചറിയണമെങ്കിൽ മറ്റു രണ്ടും തിരിച്ചറിഞ്ഞാൽ പിന്നെ ലമീറിൻ്റെ ഹായ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ. ലമീറിൻ്റെ ഹായിന് പിന്നെ അവൻ അത് എന്ന അർത്ഥമൊക്കെ ഉണ്ടാവും. അത് അർത്ഥം പറഞ്ഞാലേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നാലും മറ്റേ 2 ഹായിനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താ? ഹിസാബിയ എന്നുള്ളത് അവസാനത്തിൽ ഹായിന് സുക്കൂനാണ്. അതുകൊണ്ട് സക്കത്തൻ്റെ ഹാവാണ് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഹാ ഉത്ത് ഇനീസാണ് പിന്നെ ചോദിക്കുന്നത്. ഇപ്പോൾ ഹാഷിയ എന്നുള്ളിടത്ത് അവസാനത്തിൽ ഹായിൻ്റെ മുകളിൽ പുള്ളിയുണ്ട്. അപ്പോൾ ഹാത്ത ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അത് തൈനീസിൻ്റെ താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഹാ ഉൽ ലമീറാണ് ചോദിക്കുന്നത്. ലഹു എന്നുള്ളതിന്, ലഹു എന്നത് അതിന് ഹായിന് ലമ്മാണുള്ളത്. അപ്പം എന്താണ്? ലമ്മുള്ളത് കൊണ്ട് എന്തായാലും സക്കത്തൻ്റെ ഹാ ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഹായിൻ്റെ മുകളിൽ പുള്ളി ഇല്ലാത്തത് കൊണ്ട് തൈനീസിൻ്റെ ഹാ അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് ലമീറിൻ്റെ ഹാ ആണെന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ കഴിയും കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം വരുന്നത് വ്യക്തമാക്കാം എന്ന ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, അശറത്തുൽ ഖുർആയിലെ മദീനക്കാരായ ഖാരിഉകൾ ആരൊക്കെയായിരുന്നു? അശറത്തുൽ ഖുർആ എന്ന് പറഞ്ഞാൽ 10 ഖാരികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ 11ാമത്തെ പാഠത്തിൽ 10 ഖാരികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവയിൽ 2 ആളുകൾ മദീനക്കാരായിരുന്നു അല്ലേ. ആ ആളുകളെ പേരാണ് ചോദിച്ചത്. ഒന്ന് നാഫിഉൽ മദനി അല്ലേ, നാഫിഉൽ മദനി. രണ്ടാമത്തെ ആള്
അബൂ ജഅഫറിനിൽ മദനി. ഇങ്ങനെ 2 ആളുകളാണ് മദീനക്കാരായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ കൂഫക്കാരുണ്ടായിരുന്നു, പിന്നെ ഹദറമി, അങ്ങനെ ഓരോ നാട്ടിലുള്ള ആളുകളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുക, മക്കിയുണ്ട്, അവരൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക കേട്ടോ. 10 ആളുകളുടെ പേരും അവരുടെ നാടും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്ത ചോദ്യമുള്ളത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫിൻ്റെ കോപ്പികൾ അയച്ചു കൊടുത്ത 4 പട്ടണം. ഖുർആൻ ജമ്മ് ചെയ്തതിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ആ ജമ്മ് ചെയ്ത ഖുർആൻ്റെ കോപ്പികൾ എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചത് കൂഫ, ബസറ, ഷാം, മക്ക, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ് കൊടുത്തയച്ചത് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസ. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരും, അതുപോലെ വഖഫ് ചെയ്യുമ്പോഴൊക്കെ ഉച്ചാരണത്തിൽ വരുന്ന ഹംസക്ക് എന്താണ് പറയുക, ഹംസത്തുൽ ഖത്അ എന്നാണ് പറയുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 6ാമത്തെ പാഠത്തിലുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പം ഹംസത്തുൽ വസ്ലും ഹംസത്തുൽ ഖത്ഉം അതുപോലെ ഹാവിനെ കുറിച്ചുള്ള ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യമാണ് തജ്വീദുൽ ഖുർആനിൽ നിന്നുണ്ടായിരുന്ന ചോദ്യങ്ങൾ കേട്ടോ. ഇനിയുള്ള ചോദ്യങ്ങൾ ലിസാനുൽ ഖുർആനിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം. 6ാമത്തെ ചോദ്യം നൂസിലു ബിൽ മുനാസിബ്, യോജിച്ചത് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. യഖ്റഉ ത്വാലിബാത്തിൻ റസ്മിയത്തുൻ തഖ്നുതു തുയൂരിൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യഖ്റഉ ത്വാലിബാത്തിൻ റസ്മിയത്തൻ തഖ്നുതു തുയൂരിൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. 1ാമത്തെ ചോദ്യം, ഫീ ബൈത്തി അർബഉ, അർബഉ എൻ്റെ വീട്ടിൽ 4 എന്തോ ഉണ്ട്, എന്താ ഉണ്ടാവുക, 4. യഖ്റഉ പറഞ്ഞാൽ ഇതിനോട് യോജിക്കൂല അല്ലേ. ത്വാലിബാത്തിൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഒക്കും അല്ലേ. അപ്പോൾ അത് ത്വാലിബാത്തിൻ എന്നാവാൻ സാധ്യതയുണ്ട്. പിന്നെ റസ്മിയത്തൻ തഖ്നുതു, അതൊന്നും അവിടെ യോജിക്കൂല. റസ്മിയത്തനാൽ എന്താണ്, യൂണിഫോമിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. തഖ്നുതു എന്ന് പറഞ്ഞാൽ കുനൂത്തു അതാണ്, അതും അവിടെ യോജിക്കൂല. തുയൂരിൻ എന്ന് പറഞ്ഞാലോ പക്ഷികൾ, അതും യോജിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അർബഉ എന്നാണ് അവിടെ ഉള്ളത്. തുയൂരിൻ എന്നാണെങ്കിൽ അർബഅത്തു എന്ന് വേണ്ടിയിരുന്നു അല്ലേ. അപ്പം അർബഉ എന്നുള്ളത് കൊണ്ട് ത്വാലിബാത്തിൻ എന്നതാണ് ശരി കേട്ടോ. അർബഉ ത്വാലിബാത്തിൻ. പിന്നെ 2ാമത്തത് റഅയ്തു സമാനിയത്ത, റഅയ്തു ഞാൻ കണ്ടു, സമാനിയത്ത തുയൂരിൻ എന്നാ വേണ്ട, 8 പക്ഷികളെ കണ്ടു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അതിനോട് യോജിക്കുകയില്ല, അതുകൊണ്ട് 8 പക്ഷികളെ കണ്ടു എന്നാണ് എഴുതേണ്ടത് കേട്ടോ. പിന്നെ 3ാമത്തത് കാനത്തിൽ ഉമ്മു, ഉമ്മ ആയിരുന്നു, എന്തായിരുന്നു, നമ്മൾ പാഠത്തിൽ പറയുന്നൊരു കാര്യമാണ്. തഖ്നുതു അല്ലേ, സുബഹിസ്കരിക്കുമ്പോൾ ഉമ്മ കുനൂത്ത് ഓതി എന്നുള്ള കാര്യം നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പം കാനത്തിൽ ഉമ്മു തഖ്നുതു എന്നുള്ളത് കേട്ടോ. ഇനി 4ാമത്തെ ചോദ്യം ഇന്ന അബി, ഇനി അവിടെ അബി എന്നുള്ളതിനോട് യോജിക്കുന്ന കാര്യം ഇപ്പം എന്താ അവിടെ ഉള്ളത്, യഖ്റഉ എന്നതാണ് ഉള്ളത് അല്ലേ. ഖുർആൻ ഓതുന്നു അല്ലെങ്കിൽ വായിക്കുന്നു എന്നൊക്കെ പറയാം. ഇന്ന അബി യഖ്റഉ. പിന്നെ 5ാമത്തെ ചോദ്യം യൽബസു നൗഫലുൻ ബിദ്ലത്തൻ, ബാക്കി എന്താണ്, റസ്മിയത്തൻ എന്നുണ്ടല്ലേ, നമ്മൾ 2ാമത്തെ പാഠത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ് അല്ലേ. നൗഫൽ യൂണിഫോം ധരിക്കുകയാണെന്നല്ലേ. യൽബസു നൗഫലുൻ ബിദ്ലത്തൻ റസ്മിയത്തൻ. അപ്പോൾ ആ രൂപത്തിലാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത് നുമയ്യിസു സ്വഹീഹ ബിഹാദിഹി, എന്നിട്ട് ടിക്ക് മാർക്കിൻ്റെ അടയാളം കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വഹീഹ ആയതിനെ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തി വേർതിരിക്കുക എന്നാണ് അർത്ഥം. അപ്പം ഓരോ ചോദ്യങ്ങൾ വായിച്ച് നോക്കാം. ഓരോ ചോദ്യങ്ങൾക്കും അതിൻ്റെ നേരെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കള്ളികളിലായിട്ടാണ് കൊടുത്തത്. അതിൽ ശരിയായതിന് നമ്മൾ എന്ത് ചെയ്യണം, ടിക്ക് മാർക്ക് അടയാളം കൊടുക്കണം. 1ാമത്തെ ചോദ്യം യഖില ഉമറു മിനൻ നൗമി, ഉമർ ഉറക്കിൽ നിന്ന് ഉണർന്നു, അതിനെന്താണ് യോജിച്ചത്, നായിമൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കൊണ്ട് എന്നർത്ഥം. ഉറങ്ങിക്കൊണ്ട് ഉറക്കിൽ നിന്നാണല്ലോ ഇല്ലല്ലേ. പിന്നെന്താ മുസല്ലിയൻ, നിസ്കരിച്ചു കൊണ്ട്, അതും അതിനോട് യോജിക്കൂല. മുബക്കിറൻ എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ ഉണർന്നു അല്ലേ. അപ്പോൾ യഖില ഉമറു മിനൻ നൗമി മുബക്കിറൻ, ഉമർ എന്ത് ചെയ്തു, നേരത്തെ ഉണർന്നു എന്നല്ലേ. അപ്പോൾ അതാണ് അതിനോട്, മുബക്കിറൻ എന്നതാണ് ശരി കേട്ടോ. ഇനി 2ാമത്തത് അതഅല്ലമു, അതിന് നേരെ മാലി മുദാരി ജാമിദ് എന്നൊക്കെയുള്ളത്. അപ്പോൾ അതഅല്ലമു എന്ന ആ ഫിഅല് ഏതാണ് എന്ന് അപ്പോൾ ചോദിക്കണം കേട്ടോ. അപ്പോൾ അതഅല്ലമു എന്ന് പറഞ്ഞാൽ എന്താ, അതഅല്ലമു നതഅല്ലമു എന്നൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതഅല്ലമു എന്ന് പറഞ്ഞാൽ മുദാരി ആയ ഫിഅലാണ്. അപ്പോൾ മുദാരി എന്നതിനെ ശരിയായിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 3ാമത്തെ ചോദ്യം തവസ്സക്ക, തവസ്സക്ക
എന്താണത്? തവസ്സക്ക എന്ന് പറഞ്ഞാൽ എന്താ? അവൻ ഒരു പുരുഷൻ എന്ത് ചെയ്തു? പല്ല് തേച്ചു എന്നതിൻ്റെ അർത്ഥം. അപ്പൊ തവസ്സക്ക സൈനബു എന്ന് പറഞ്ഞാൽ ശരിയാവുക? സൈനബ് ഒരു പെണ്ണിന്റെ പേരാണ് അല്ലേ. പിന്നെ ആയിഷത്തു എന്ന് പറഞ്ഞാലും ശരിയാവില്ല. പിന്നെന്താണ്? ഹാമിദുൻ എന്ന് പറഞ്ഞാൽ പുരുഷനായതുകൊണ്ട് അത് ശരിയാവും. അപ്പൊ തവസ്സക്ക ഹാമിദുൻ. അപ്പൊ അടുത്ത ചോദ്യം, സൈദുൻ വ അനീസുൻ യൽഅബാനി തൽഅബാനി തൽഅബു. ഏതാണ് ശരിയാവുക? സൈദുൻ വ അനീസുൻ എന്ന് പറഞ്ഞാൽ രണ്ടാളുകളുണ്ട് അല്ലേ. അപ്പൊ തൽഅബു എന്നത് ഏതായാലും ശരിയാവില്ല. യൽഅബാനി എന്നതാണ് ശരിയാവുക. അവർ രണ്ടുപേരും കളിക്കുകയാണ് കേട്ടോ. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഷഗൽന. ഷഗൽന എന്നതിൻ്റെ നേരെയുള്ള മാലി, മുദാരിയോ, നാഖിസ് എന്നാണുള്ളത്. അപ്പൊ ഏതാണ് ആ ഫിഅലി എന്നാണ് ചോദ്യം. ഷഗൽന എന്ന് പറഞ്ഞാൽ എന്താ? ഷഗല, ഷഗല, ഷഗലു, ഷഗലത്ത്, ഷഗലത്ത, ഷഗൽന എന്ന് പറഞ്ഞാൽ എന്താ? ഷഗല എന്ന് പറഞ്ഞാൽ മാലിയായ ഫീലാണ് അല്ലേ. അപ്പൊ മാലിൻ എന്നതാണ് ശരി കേട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത് നുഅരിബു. നമ്മൾ അറബിയിൽ എഴുതണം. മലയാളം കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ അറബി നമ്മൾ എഴുതണം. ഒന്നാമത്തത്, ഞാൻ പല്ലുകൾ വൃത്തിയാക്കി എന്നാണ്. അപ്പൊ എങ്ങനെയാണ് വൃത്തിയാക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പറയാ? നല്ലഫ എന്നാണ് പറയല്ലേ. അപ്പൊ ഞാൻ വൃത്തിയാക്കി എങ്ങനെ പറയും? നല്ലഫ്തു എന്ന് പറയും. ഞാൻ വൃത്തിയാക്കി. എന്താ വൃത്തിയാക്കിയത്? പല്ലുകളാണ്. അതിനെന്താ പറയാ? അസ്നാനിലെ. അപ്പൊ അൽ അസ്നാന. അപ്പൊ നല്ലഫ്തുൽ അസ്നാന എന്നാണ് പറയാട്ടോ. പിന്നെ രണ്ടാമത്തേത്, അവർ ഇരുവരും ഗാർ സൗറിൽ 3 ദിവസം താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മളെ പാഠത്തിൽ പറഞ്ഞതായിരുന്നു അല്ലേ. അപ്പം അവർ ഇരുവരും താമസിച്ചുകൊണ്ടതിന് എന്താ പറയാ? മക്കസ എന്ന് പറയല്ലേ. എവിടെ താമസിച്ചത്? ഫി ഗാരി സൗറിൻ എന്ന് പറയും. ഗാറ് ഗുഹയിൽ അല്ലേ. ഗാർ സൗർ ഗുഹയിൽ എന്നുള്ളതിന് ഫി ഗാരി സൗറിൻ എന്ന് പറയും. പിന്നെ എത്ര ദിവസം താമസിച്ചത്? സലാസത്ത് അയ്യാമിൻ, 3 ദിവസം. അപ്പൊ എന്താണ്? മകസ ഫി ഗാരി സൗരിൻ സലാസത്ത് അയ്യാമിൻ എന്നാ പറയട്ടോ. ഇനി അടുത്ത ചോദ്യം, ആയിഷ അവളുടെ ബാഗ് എടുത്തോ എന്ന് ചോദ്യമാണ്. നമ്മൾ ചോദ്യം ചോദിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതിനെന്താ ഉപയോഗിക്കുക? ഹൽ എന്നാണ് ഉപയോഗിക്കല്ലേ. അപ്പൊ എങ്ങനെ പറയാ? ഹൽ അഖദത്ത് ആയിഷത്തു അഖീബത്തഹ എന്നാണ് പറയാട്ടോ. പിന്നെ നാലാമത്തെ ചോദ്യം, ഞാൻ ഇന്നലെ ഒരു ജുസ് ഓതി. ഞാൻ എന്നുള്ളതിന് എന്താ പറയാ? ഞാൻ ഓതിയുള്ളതിന് എങ്ങനെ പറയാ? ഖറ എന്ന് പറഞ്ഞാൽ ഓതി, അവനൊരു പുരുഷൻ ഓതി കേട്ടോ. അപ്പം ഖറഅതു എന്ന് പറഞ്ഞാൽ ഞാൻ ഓതി. ഇന്നലെ ഉള്ളതിന് അംസി എന്ന് പറയില്ലേ. ജുസ് എന്നുള്ളതിന് ജുസ് എന്ന് തന്നെയാണ് പറയാം. അപ്പൊ ഖറഅതു അംസി ജുസ് അൻ, ഇന്നലെ ഞാൻ ഒരു ജുസ് ഓതി. ഇനി അഞ്ചാമത്തെ ചോദ്യം, എൻ്റെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. അപ്പൊ എൻ്റെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടെന്ന് ഞാൻ അറബി പറയാ? എൻ്റെ ക്ലാസ്സിൽ ഫീ സൊഫി എന്ന് പറയും. ഫീ സൊഫി, എൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? അശറത്തു ഔലാദിൻ, 10 കുട്ടികളുണ്ട് അല്ലേ. ആ രൂപത്തിലാണ് പറയട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത് നക്തുബുൽ മാന, അർത്ഥം എഴുതാനാണ്. ശരിക്കത്തുൻ കമ്പനി, തന്നൂറത്തുൻ പാവാട, ഫുർഷാത്തുൻ ബ്രഷ്, ദുവ്വാമത്തുൻ പമ്പരം, ബാഹത്തുൻ മുറ്റം. ഇങ്ങനെ വാക്കർത്ഥങ്ങൾ എഴുതാനാണ്. ഈ വാക്കർത്ഥങ്ങളൊക്കെ നമ്മൾ അവസാനത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നോക്കി മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ലിസാനുൽ ഖുർആനിൽ വന്ന ചോദ്യങ്ങൾ. അധികം പാഠഭാഗത്തു നിന്ന് അല്ലാത്ത ചോദ്യങ്ങളാണ്. പാഠഭാഗത്തിൽ പഠിച്ച കാര്യങ്ങളെ ആസ്പദമാക്കിയുള്ള പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ പാഠഭാഗം ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിലെ വർക്കുകളൊക്കെ ശരിക്കും ചെയ്ത് പഠിച്ച ആളുകൾക്ക് മാത്രമാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയട്ടോ. അപ്പോൾ നല്ലപോലെ പാഠങ്ങളും അതിലെ വർക്കുകളൊക്കെ ശരിക്കും ചെയ്ത് പഠിക്കണം എല്ലാവരും കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുകയും നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുക. എല്ലാവർക്കും അല്ലാഹു തആല നല്ല പഠിക്കാനും അതുപോലെ നല്ല മാർക്ക് വാങ്ങാനൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.